ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചു. അപ്പോൾ അമിത്ഷാ പറഞ്ഞത് അല്ലെ വാക്ക് തന്നെയാണ്, അതെ, അദ്ദേഹം അത് പാലിച്ചു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പറയേണ്ടി വരും. അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു, LDF UDF MPമാർക്ക് മുഴുവൻ ഉറപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു, ഈ പ്രശ്നത്തിൽ ഞാൻ ഇടപെട്ടു, നിങ്ങൾ ആരും വിഷമിക്കേണ്ട. കന്യാസ്ത്രീകളോടും ക്രിസ്ത്യൻ സഭകളോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, കന്യാസ്ത്രീകൾക്ക് ഒരു പോറല് പോലും ഏൽക്കാതെ അവർ തിരിച്ചിറങ്ങും. അമിത്ഷാ കഴിഞ്ഞ ദിവസം 8-ാം ദിവസം അമിത്ഷാ ഇടപെട്ടു, 9-ാം ദിവസം ജാമ്യവും കിട്ടി എന്നുള്ളതാണ്. പക്ഷേ ഇതില് കുറെ ഹിന്ദുത്വ സംഘടനകൾ ആരോപിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇതിലൊരു വ്യക്തത വരുത്തിയിട്ടാണോ BJP സർക്കാർ കൂടി ഇതിൽ നിന്നിട്ട് കോടതിയിൽ ജാമ്യത്തിനായി പൊരുതിയത് എന്നുള്ളത്? കാരണം ഈ പെൺകുട്ടികളെ കൊണ്ടുവന്നത് എന്തിനാണ്, ഇവരെങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്, ആഗ്രഹം എന്ന് പറയുന്നു, അങ്ങോട്ട് തന്നെയാണോ കൊണ്ടുപോയത്, ഇവരെ മതം മാറ്റൽ നടത്തുന്നുണ്ടോ, മതപരിവർത്തനമാണോ, മനുഷ്യക്കടത്താണോ, ഈ കാര്യങ്ങൾക്കൊന്നും വ്യക്തത വരാതെ എങ്ങനെയാണ് ഇവരെ ജാമ്യം നൽകി വിടുന്നത്? മാത്രമല്ല, ഇതിൽ ജാമ്യം മാത്രമല്ല നൽകുന്നത്, ഈ കേസ് പോലും വേണ്ട എന്ന് വയ്ക്കുന്ന ഒരു തരത്തിലേക്കാണ് ഛത്തീസ്ഗഡ് സർക്കാർ നീങ്ങാനൊരുങ്ങുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം വിഷയങ്ങൾ ഇനി ചർച്ച ചെയ്യപ്പെടരുത്, ഇനി ഇത്തരം വിഷയങ്ങൾ ആവർത്തിക്കപ്പെടരുത് എന്നുള്ള ഒരു വ്യക്തമായ സൂചന തന്നെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തു നിന്നായാലും ഛത്തീസ്ഗഡ് സർക്കാരിന്റെ ഭാഗത്തു നിന്നായാലും ഒക്കെ ഉണ്ടാക്കുന്നത്. അതായത് ക്രിസ്ത്യൻ സഭയിലുള്ളവർ വോട്ടിന് വേണ്ടി അവർ എന്ത് കാണിച്ചാലും നമ്മൾ വായു അടച്ചു വെച്ച് മിണ്ടാതെ ഇരിക്കുക. അവർ ആരെ മതം മാറ്റിയാലും അവർ മനുഷ്യക്കടത്ത് നടത്തിയാലും നമുക്ക് വേണ്ടത് ന്യൂനപക്ഷങ്ങളുടെ വോട്ടാണ്. ആ വോട്ട് കിട്ടാനായി നമ്മൾ ഗോത്ര വിഭാഗങ്ങൾക്കിടയിൽ ചെന്ന്, ആദിവാസികൾക്കിടയിൽ ചെന്ന് അവരെ പറഞ്ഞും പ്രലോഭിപ്പിച്ച് എങ്ങനെയാണെങ്കിലും മതം മാറ്റി മനുഷ്യക്കടത്ത് നടത്തിയാലും നമ്മൾ മിണ്ടരുത്, നമ്മളത് ചർച്ചയാക്കരുത്. അത് ചർച്ചയാക്കിയാൽ BJP ഭരിക്കുന്ന സംസ്ഥാനത്താണ് എങ്കിൽ അത് ചർച്ചയാക്കിയാൽ അത് BJPക്ക് ദോഷം ചെയ്യും, അത് BJPയുടെ വോട്ട് ബാങ്കിൽ വലിയ ഇടിവുണ്ടാക്കും. അതുകൊണ്ട് നിങ്ങൾ അക്കാര്യങ്ങൾ ചർച്ച ചെയ്യരുത് എന്ന് കേന്ദ്രത്തിലെ BJP സർക്കാർ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഹിന്ദുക്കളോട് അല്ലെങ്കിൽ BJP പ്രവർത്തകരോട് പറയാതെ പറയുന്ന ഒരു വിധി കൂടിയായിട്ടാണ് നമ്മൾ ഇതിനെ കണക്കാക്കേണ്ടത്. അങ്ങനെ എങ്ങനെയാണ് ധന്യ അങ്ങനെ പറയുക? കാരണം ഇത്രയും നാള് BJPക്കാർ അവർക്ക് വേണ്ടി തന്നെയല്ലേ, അവരുടെ കൂടെ തന്നെയല്ലേ, അവരുടെ ഒരു വോട്ട് എന്ന് പറഞ്ഞാൽ പ്രാധാന്യമുള്ളതായിരിക്കാം. എന്നാൽ കൂടി BJPക്ക് അവരുടേതായ സ്റ്റാൻഡുണ്ട്. ഇത്രയും നാൾ ബാക്കിയുള്ളവർ വിളിച്ച് നടക്കാത്ത കാര്യമാണ് BJP സാധിച്ചു കൊടുത്തത്. അപ്പം അതിനൊരു വേറെ തന്നെ അജണ്ട ഉണ്ടെന്നാണോ ധന്യ പറയുന്നത്? തീർച്ചയായിട്ടും. അത് നമുക്കിപ്പോ എന്തിനാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്? ഇവരെ കയ്യിൽ കൃത്യമായ രേഖകളില്ല. ഈ പെൺകുട്ടികളുടെ തിരിച്ചറിയൽ കാർഡിലെ പേരും നെറ്റിയിലെ കുറിയും കണ്ടിട്ടാണ് ബജ്രംഗ് ദൾ നേതാവല്ല എന്നാണ് ജ്യോതി ശർമ്മ പറയുന്നത്. അവരടി കൊടുത്തതും അവർ ഭീഷണിപ്പെടുത്തി. കാരണം ഇത് ഛത്തീസ്ഗഡിൽ സ്ഥിരമായി നടക്കുന്ന കാര്യമെന്നാണ് പറയുന്നത്. എത്രയൊക്കെ തിരുത്താനും മാറ്റാനും ശ്രമിച്ചിട്ടും ഒരു തരത്തിലും മാറാത്തൊരു സംഭവമാണ് അവിടുത്തെ മതം മാറ്റം. അതുകൊണ്ടാണ് പോലീസുകാർ പോലും അതിൽ ഇടപെടാത്തത്. മാത്രമല്ല ഛത്തീസ്ഗഡിലെ കോൺഗ്രസ്സുകാർ പോലും അതിൽ ഇടപെടുന്നില്ല. എന്നിട്ടും അവിടെ BJP ഇടപെട്ടത് കേരളത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ BJP കുറച്ച് സീറ്റ് കണ്ണുവെക്കുന്നുണ്ട്. ആ സീറ്റിൽ ജയിക്കണമെങ്കിൽ ക്രിസ്ത്യൻ സഭകളുടെ കൂടി ന്യൂനപക്ഷങ്ങളുടെ കൂടി വോട്ട് വേണം. ഹിന്ദുക്കളുടെ ഭൂരിപക്ഷമായ ഹിന്ദുക്കൾ കുറെ വിഭാഗം CPMന്റെ കൂടെയും കുറച്ചാളുകൾ കോൺഗ്രസിന്റെ കൂടെയും നിൽക്കുമ്പോൾ വോട്ട് പകുന്നു പോകും. അപ്പോ കുറച്ച് ക്രിസ്ത്യൻ ന്യൂനപക്ഷമായ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ വോട്ട് കൂടെ കിട്ടിയാൽ മാത്രമേ BJPക്ക് 1-2 സീറ്റെങ്കിലും കേരളത്തിൽ പിടിക്കാൻ കഴിയൂ. അതിന് അവർക്ക് ഛത്തീസ്ഗഡിലെ ക്രിസ്ത്യാനികളെ സംരക്ഷിച്ച് ഇവിടത്തെ സഭകൾക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കേ പറ്റൂ. പക്ഷെ അങ്ങനെയാണെങ്കിൽ അതൊരു സ്റ്റേജ്ഡ് ആയി പോകൂലേ? അത് വേണം വെച്ചിട്ടൊരു സംഭവം ഉണ്ടാക്കിയ മാതിരി ആയി പോകൂലേ അങ്ങനെ പറഞ്ഞാൽ? ഇതിപ്പോ ധന്യ പറഞ്ഞ മാതിരി ഏതോ കാലം തൊട്ട് ഇങ്ങനെ സംഭവിച്ചത് കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ പ്രാവശ്യം മാത്രം അവരെ പിടിക്കാൻ കാരണം എന്താണ്? അപ്പൊ ഇങ്ങനെ അടുത്ത ഇലക്ഷൻ വരുന്നുണ്ട്, അസംബ്ലി ഇലക്ഷൻ നേരിൽ കണ്ടുകൊണ്ട് BJPക്കാർ തന്നെ ചെയ്തതാണെന്നാണോ പറയുന്നത്? ഇത് വർഷങ്ങളായി നടക്കുന്ന ഒരു സംഭവമാണ് ഛത്തീസ്ഗഡിൽ. അത് ആർക്കും ഒരു പരാതിയില്ല. കാരണം പല ലേഖനങ്ങൾ വന്നിട്ടുണ്ട്, പല കേസുകളും ഉണ്ട്. ഇതൊക്കെ അവിടെ രജിസ്റ്റർ ചെയ്യപ്പെട്ട കാര്യങ്ങളാണ്. ഇതൊക്കെ അവിടെ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇതിന് ഇതുവരെ ഒരു പ്രതിവിധി ഉണ്ടായിട്ടില്ല. ഇത്തവണ ബജ്രംഗ് ദൾ ഇതിന്റെ അകത്ത് കയറി അവർ ഈ മതം മാറ്റലുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തത് അല്ല എന്ന് അവർ പറയുന്നു. പ്ലാറ്റ്ഫോം ടിക്കറ്റുമായി ബന്ധപ്പെട്ട് ഇവരുടെ രേഖകൾ ചോദിച്ചപ്പോൾ കൊടുത്തില്ല. അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പിന്നീട് റെയിൽവേ പോലീസിന്റെ അടുത്ത് എത്തിയെന്നാണ് പറയുന്നത്. അപ്പോഴും ചോദ്യം,
ഇവരെ ജോലിക്കാണ് കൊണ്ടുവന്നെങ്കിൽ അതിന്റെ രേഖകൾ എവിടെ? അതെ, ജോലിക്കാണെങ്കിൽ ലൈസൻസ് വേണമെന്നൊരു സംഭവമുണ്ട്. ഉണ്ട്, അതിന്റെ രേഖകൾ എവിടെ? ഇവരെ മതം മാറ്റി ഇവർ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ആയി എങ്കിൽ 60 ദിവസം പോലീസ് രേഖ സമർപ്പിച്ച് മജിസ്ട്രേറ്റിന് സമർപ്പിച്ച് മജിസ്ട്രേറ്റ് അതിൽ കൃത്യമായ വിവരങ്ങൾ കണ്ടെത്തിയിട്ട് ശേഷം മാത്രമേ ആ പേപ്പർ ഉണ്ടെങ്കിൽ മാത്രമേ മതം മാറ്റാൻ അനുവദിക്കൂ. അങ്ങനെ മതം മാറിയാലും അവരുടെ കുടുംബത്തിലുള്ള സഹോദരനോ ബന്ധുക്കളോ മറ്റാരെങ്കിലുമോ അതിൽ എതിർപ്പ് പ്രകടിപ്പിച്ചാൽ ആ ഫോം അസാധുവാകും. ആ മതം മാറ്റം നടക്കില്ല. ഇവിടെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നിരന്തരം നടക്കുന്നതാണ്. ഈ സംഭവങ്ങൾ കൃത്യമായി നടക്കുന്നുണ്ടെന്ന് BJPക്ക് വ്യക്തത ഉണ്ടായിട്ടും BJP ഇപ്പോൾ ഇതിൽ ഇടപെട്ടതും ഈ കേസ് ഇല്ലാതാക്കാമെന്ന് പറയുന്നതും ഈ കേസിൽ BJP കൃത്യമായ നിലപാട് സ്വീകരിച്ചതും അടുത്ത അസംബ്ലി തിരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമാണ്. എനിക്ക് തോന്നുന്നു ഇതൊന്ന് കൊഴിപ്പിക്കാൻ വേണ്ടി അവർ ചെയ്ത് കാണും. കാരണം ഇതിന് മുന്നേ അവർക്ക് ഇടപെടായിരുന്നു. കൊഴിപ്പിക്കാൻ അല്ല, ഇതിന് മുന്നേ അവർ ഇടപെടാത്തതിന് കാരണമുണ്ട്. ഇത് കൊഴിപ്പിച്ചത് മറ്റുള്ളവർ. ഇത് കൊഴുക്കണം എന്നുള്ളത് BJPയുടെ ഒരു ആവശ്യമാണ്. ഇത് കൊഴുക്കണം എന്നുള്ളത് BJPയുടെ ഒരു ആവശ്യമാണ്. അത് കൊഴിപ്പിച്ചു അവർ. കാരണം ഇതിന് മുൻപേയും ഛത്തീസ്ഗഡിൽ മതമാറ്റങ്ങൾ നടന്നിട്ടുണ്ട്, പല വിധത്തിലുള്ള മനുഷ്യക്കടത്ത് നടന്നിട്ടുണ്ട്. അപ്പോഴൊന്നും ഇക്കാര്യത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ വന്നു കേട്ടില്ല. ഇപ്പോൾ ഇത് കൊഴിപ്പിക്കണം, ഇത് കൊഴിപ്പിച്ചേ മതിയാവും. ഇത് കൊഴിപ്പിക്കുമ്പോൾ ഏറ്റവും അവസാനം ഒരു എല്ലാ ഇടിയും പിന്നെ എന്താ പറയുക, ഈ ഒരാളെ തല്ലി അങ്ങ് നിൽക്കുമ്പോൾ നായകന്റെ എൻട്രി ഏറ്റവും അവസാനമാണ് നായകന്റെ എൻട്രി. ആ നായകൻ വന്ന് മറ്റവനെ ഒന്ന് തൂക്കിയെടുത്ത് 4 അടി ഇടി ഇത് അവൻ തീർന്നു. എനിക്ക് പിന്നെ ഇവിടെ വേറൊരു സംഭവം തോന്നുന്നതെന്ന് വെച്ചാൽ, ഞാൻ അമിത്ഷായെ കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല. അമിത്ഷായെ സംബന്ധിച്ചിടത്തോളം BJPയെ വളർത്താൻ കാരണം അവരുടെയൊക്കെ തന്ത്രങ്ങളാണ് 3 തവണ BJP കേന്ദ്രം ഭരിച്ചത്. അമിത്ഷാ അറിഞ്ഞില്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. അറിഞ്ഞ ഉടനെ ഇടപെട്ടു എന്നുള്ളതാണ് ഈ പറഞ്ഞത്. NIA പോകേണ്ട ആവശ്യമേ ഇല്ലായിരുന്നു എന്നുള്ളതാണ് അമിത്ഷാ പറഞ്ഞത്. അതൊക്കെ ശരി തന്നെയാണ്. ഞാൻ വേറൊരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിപ്പോ നമ്മൾ BJPയുടെ മറ്റേ കൊഴിപ്പിക്കൽ പരിപാടി പറഞ്ഞു. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടുത്തെ കേരള MP-മാർ കുറച്ച് പേര് പോയില്ല. അവരുടെ നമ്മുടെ കോൺഗ്രസും CPIM അവരുടെ ഒരു വലിയൊരു അബദ്ധമായി പോയി ഇത് അവർ കൊഴിപ്പിക്കാൻ നോക്കിയത് എന്നുള്ളതാണ്. അവർക്കൊരു തിരിച്ചടിയായി പോകും എന്നാണ് എനിക്ക്. കാരണം അവര് BJPനെ ന്യൂനപക്ഷത്തിനെയും കൂടെ തമ്മിൽ തെറ്റിക്കാൻ നോക്കി, പക്ഷെ അവർക്ക് തിരിച്ചടി കിട്ടി എന്നുള്ളതാണ്. അവർക്ക് തിരിച്ചടി കിട്ടി. കാരണം എന്താണെന്ന് വെച്ചാൽ BJPക്ക് കുറച്ചും കൂടി സപ്പോർട്ട് കൂടുതൽ കിട്ടി. കാരണം BJP ഇടപെടാതിരുന്നാൽ അവർക്ക് ജാമ്യം ചിലപ്പോൾ കുറച്ചുകൂടി വൈകും. കാരണം ഇവരവിടെ പോയിട്ട് അവിടെ ഒരു പ്രയോജനം, ഒരു ചുക്ക് സംഭവിച്ചില്ല. ഇവിടുത്തെ MP-മാർ ഇവിടെ നിന്ന് വാലും ചുരുട്ടി കുന്തത്തിൽ കയറിയെന്ന് അവിടെ പോയിട്ട് അവിടെ ഒരു ചുക്ക് സംഭവിച്ചില്ല. അവിടെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇടപെടണം. ആഭ്യന്തരമന്ത്രി കൃത്യമായി കാര്യങ്ങളിൽ ഇടപെട്ടു. സർക്കാർ കോടതിയിൽ ഇവർക്കെതിരെ വാദിക്കില്ല എന്ന് പറഞ്ഞു. സർക്കാർ ഇതിൽ എതിരഭിപ്രായം പറയില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് NIA കോടതി ജാമ്യം നൽകി. വ്യവസ്ഥകളോടെയാണ് ജാമ്യം. പാസ്പോർട്ട് പിടിച്ചു വെക്കും, 2 പേരുടെ പിന്നെ ഷുവർട്ടി വേണം, 50,000 രൂപ 2 പേരും തമ്മിൽ കെട്ടിവെക്കുകയും വേണം. ഇതാണ് ജാമ്യവ്യവസ്ഥ. നിസ്സാര ജാമ്യവ്യവസ്ഥ, എല്ലാ ആളുകൾക്കും കൊടുക്കുന്ന അതേ ജാമ്യവ്യവസ്ഥ തന്നെയാണ്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഛത്തീസ്ഗഡിൽ ഇത്തരം സംഭവങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അത് തടയാൻ എന്തുകൊണ്ട് BJP മുന്നിട്ട് ഇറങ്ങുന്നില്ല? ഇതുവരെ ക്രിസ്ത്യൻസിന്റെയും ന്യൂനപക്ഷത്തിന്റെയും വോട്ട് കിട്ടിയല്ല BJP ജയിച്ചത്. BJP ജയിച്ചത് അവരുടെ സ്വന്തം കഴിവിലാണ്. അത് അവർക്ക് കൃത്യമായിട്ട് അവർക്ക് അറിയുകയും ചെയ്യാം. ഒരു കാലത്ത് കേരളത്തിലൊക്കെ BJP RSS എന്ന് പറഞ്ഞാൽ കൊല്ലുന്ന പാർട്ടി എന്നാണ് പറഞ്ഞുകൊണ്ട് നടന്നത്. RSS കാരനാണെങ്കിൽ അവന്റെ കയ്യിൽ മാരക ആയുധങ്ങൾ ഉണ്ടാവും. RSS എന്ന് പറഞ്ഞാൽ തന്നെ എന്തോ വലിയ കൊലക്കുറ്റം ചെയ്ത ഒരു പ്രതീതി ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം. അതിലൂടെ വളർന്നു വന്നവർ RSS. ഇന്ന് 100 കൊല്ലം തികഞ്ഞു നിൽക്കുന്ന RSS എവിടെ നിന്ന് തുടങ്ങി എവിടെ എത്തിയെന്ന് അവർ സ്വയം ചിന്തിക്കണം. അവർക്ക് ചെയ്യാൻ കഴിയാത്ത ഒന്നും ഇനി ഇന്ത്യയിലില്ല. അവര് ഒരു RSS ഒരു ചായ വിൽപ്പനക്കാരൻ RSSന്റെ നേതാവായി അവിടെ നിന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായി അവിടെ നിന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിലേക്ക് നടന്നു കയറിയ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ സാധാരണ ഒരു RSSകാരനായിരുന്നു. RSSകാർക്ക് പലതും ചെയ്യാൻ കഴിയുമെന്ന് തെളിയിച്ച ആളുകളാണ് അവർ. BJPക്കാർ തെളിയിച്ചവരാണവർ. അവർക്ക് കേരളത്തിൽ പണ്ട് BJP എന്ന് പറയുന്നത് ഒന്നുമല്ലാതിരുന്നിടത്ത് ഇന്ന് BJP 3-ാം സ്ഥാനത്തല്ല, ഒരുപക്ഷെ CPM കഴിഞ്ഞാൽ കോൺഗ്രസിന് പോലും ഇപ്പോൾ BJPക്ക് അത്ര ഉള്ള ഒരു പവർ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തന്നെ അത് കേന്ദ്രത്തിലാണ് എന്ന് പറഞ്ഞാൽ കേരളം വിട്ടിട്ടുള്ള രാജ്യം, കേരളം മേ ബി ബംഗാൾ, ഈ 2 സ്റ്റേറ്റ് വിട്ടിട്ടുള്ള രാജ്യങ്ങൾ മാത്രമാണ് ഈ പറയുന്നത്. തെലങ്കാന ഓഫ് കോഴ്സ് ആ സൈഡിലും അവിടെ മാത്രമേ ഉള്ളൂ BJP സ്ട്രോങ് എന്ന് പറയാൻ. BJPക്ക് ഇനിയും ഉണ്ട് വളരാൻ പറഞ്ഞല്ല. ഇവര് സിംഗിൾ ലാർജസ്റ്റ് പാർട്ടിയാണ്, സമ്മതിച്ചു, അതെല്ലാം സമ്മതിച്ചു. അവർക്ക് വേറെ ആരുടെ സഹായം വേണ്ട, ന്യൂനപക്ഷത്തിന് സഹായം വേണ്ടെന്ന് തന്നെ പറഞ്ഞൊക്കെ സമ്മതിച്ചു. പക്ഷെ കേരളത്തിൽ വില പോകില്ല. കേരളത്തിൽ ഇതുവരെയ്ക്ക് ഒരു സീറ്റേ ഉള്ളൂ. ഇതുവരെയ്ക്ക് അപ്പൊ ഇനി അവർക്ക് അക്കൗണ്ട് തുറക്കണം എന്നുണ്ടെങ്കിൽ ഇവരൊക്കെ കൂടെ നിന്നേ പറ്റൂ. അതുകൊണ്ടാണ് ആ കൃത്യമായ അജണ്ട നരേന്ദ്രമോദി സർക്കാർ അല്ലെങ്കിൽ അമിത്ഷാ അത് കൃത്യമായി വേണ്ടിടത്ത് പ്രയോഗിച്ചു.
ഈ ബുദ്ധിയാണ് രാഹുൽ ഗാന്ധിക്ക് ഇല്ലാതെ പോയത് എന്നാണ് ഞാൻ പറയാൻ വന്നത്. തെറ്റിദ്ധരിക്കേണ്ട. BJP ചെയ്തതൊക്കെ ശരിയാണ്. ഈ ബുദ്ധി ഉണ്ടായിരുന്നു എങ്കിൽ ഭാവി പ്രധാനമന്ത്രി എന്ന പദവും എത്തിക്കൊണ്ട് 60 വയസ്സിലും രാഹുലിന് ഇങ്ങനെ തേരാപ്പര നടക്കേണ്ടി വരില്ലായിരുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.